ഫോണും തോണ്ടിയിരുന്ന ബോറടിച്ച് പണ്ടാരം അടങ്ങിയിരുന്നപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയെ പറ്റി ഒരു ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടത്. എന്നാൽ പിന്നെ അത് തന്നെ പരീക്ഷിച്ചേക്കാം. കാനും വെമ്പിൾസ് എന്ന് പറഞ്ഞ എൻ്റെ മുഖത്തിന് സമാനമായ ഉരുളക്കിഴങ്ങുകളെ കണ്ട് കുറച്ച് നേരം ഞാൻ വിജൃംഭിച്ച് നിന്ന് പോയി. ഇവരെയും കൊണ്ടുപോയി ഗോൾഡൻ ഫേഷ്യൽ ചെയ്താലോ, പിന്നീടാണ് പീൽ ചെയ്താൽ മതി എന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെ നിർത്തി അപമാനിച്ച് തൊലിയൊരിച്ച സുന്ദരക്കുട്ടപ്പന്മാരായ ഉരുളക്കിഴങ്ങുകളെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ക പ്രോ വെർഷനിലാണ് ഓരോ ഘട്ടവും കടന്നുപോയത്. നീളവും വീതിയും തുല്യമാകുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ ടൂൾസും ഉപയോഗിച്ചായിരുന്നു കട്ടിങ്ങും മറ്റ് പരിപാടികളും. അങ്ങനെ കുഞ്ഞി പിള്ളേരെ സ്കെയിൽ ഉപയോഗിച്ച് വളഞ്ഞ വരെ വരയ്ക്കും പോലെ ഞാൻ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ എൻ്റെ മുന്നിലിരുന്ന കിഴങ്ങൻകുട്ടന്മാരെ ഞണ്ണഞ്ഞുണം വെട്ടിനുറുക്കി. യൂട്യൂബ് ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. തിളപ്പിച്ച വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് അതിലേക്ക് ചറവറയെന്ന് നമ്മുടെ ഉരുളക്കുട്ടന്മാരെ തള്ളിയിട്ടു. എന്നാൽ കണക്കിൽ അല്പം പിന്നോക്കം പോയോ എന്ന് സംശയം. വെള്ളത്തിൻ്റെ അളവും ഉരുളക്കുട്ടന്മാരുടെ എണ്ണവും തമ്മിൽ വല്ലാണ്ട് അന്തരം. വരാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തിന്റെ തുടക്കം മാത്രമാണ് ആ അന്തരമെന്ന് അപ്പോൾ തിരിച്ചറിഞ്ഞതേയില്ല. പുകപാറുന്ന ഈ സുന്ദരം കഷ്ണങ്ങളെ കണ്ടാൽ അങ്ങനെ വല്ലതും തോന്നും. അടുത്ത ഘട്ടത്തിൽ വീണ്ടും പണിപാളി. 1 മിനിറ്റോളം വേവിച്ച ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളെ ഡ്രൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ കോട്ടൺ തുണിയിൽ മുക്കി വെക്കണമത്രേ. യൂട്യൂബ് ചേച്ചിയുടെ നിർദ്ദേശം അപ്പോഴാണ് ഓർമ്മ വന്നത്. പക്ഷേ അതിന് പറ്റിയ കോട്ടൺ തുണി വീട്ടിലില്ല. പതിവ് പോലെ ഭാര്യ ഭാഗ്യലക്ഷ്മി സഹായത്തിനായി എത്തി. കോട്ടൺ തുണിയൊന്നും വേണ്ട, ചോറ് വാർക്കുന്ന പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് പറഞ്ഞ് ഓള് ബാക്കി പണി ഏറ്റെടുത്തു. അപ്പോഴാണ് അടുത്ത പ്രശ്നം. ഇത്രയും ഉരുളക്കിഴങ്ങ് വറക്കാനായിട്ട് കടുക് വറക്കാൻ പോലും തികയാത്ത ഇത്ര എണ്ണ വീട്ടിലുള്ളത്. എണ്ണവിലെ ഓർത്ത് ഉള്ളുപൊള്ളി എണ്ണയിലിട്ട് തന്നെ മൂപ്പിക്കണോ അതോ ചുട്ടെടുക്കണോ എന്ന് കുറച്ചു നേരം അമാന്തിച്ചു. പിന്നീട് കടയിൽ പോയി എണ്ണ വാങ്ങി വന്നു. പച്ച എണ്ണയിലേക്ക് ഉരുളക്കിഴങ്ങുകളെ വലിച്ചെറിയുമ്പോൾ നരകത്തിൽ പാപികളെ എണ്ണയിലിട്ട് മൂപ്പിക്കുന്ന രംഗമാണ് കടന്നുപോയത്. ക്രിസ്പിയും ഗോൾഡൻ കളറുമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കാത്തിരുന്ന എനിക്ക് വീണ്ടും നിരാശനാകേണ്ടി വന്നു. ഇനി ഉണ്ടാക്കുന്നവന്റെ സ്വഭാവ സവിശേഷതകൾ സ്വായത്തമാക്കിയതായതുകൊണ്ടാണോ എന്തോ ഒരുമാതിരി അഴകുഴമ്പൻ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളെയാണ് എനിക്ക് കിട്ടിയത്. ആദ്യഘട്ടം ഗംഭീരമായി പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ഉപദേശവുമായി ഭാഗ്യലക്ഷ്മി കടന്നു വന്നു. ഉരുളക്കിഴങ്ങ് ജലാംശം കൂടിയതിനാലാണത്രേ ഇങ്ങനെ സംഭവിച്ചത്. സാരമില്ല, പ്രശ്ന പരിഹാരമുണ്ട്. ഫ്ലോർ പൊടിയിൽ ഉപ്പ്, മുളക്, മല്ലി, ഗരം മസാല അങ്ങനെ കച്ചറ രസാകുണസാദികളെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൈ തന്നു. അന്നേ ദിവസം സ്നേഹിതരാരും വീട്ടിലേക്ക് വരാതിരുന്നത് അവരുടെ മഹാഭാഗ്യം എന്നേ പറയേണ്ടതുള്ളൂ. ജന്മദോഷം കൊണ്ട് എൻ്റെ മക്കളായി പിറന്ന രണ്ടിനെയും കൊണ്ട് അന്ന് ഈ കരിഞ്ഞ സാധനം ഇരുട്ടി തീറ്റിച്ചതിനാലാകാം പിന്നീട് അവരെൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ.